നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഹേഷേട്ട വരുന്നു. മഹേഷേ, നീ എവിടെയായിരുന്നടാ ഇത്രയും നേരം? മഹേഷേ, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോ നിനക്ക് മതിയായി. ഇവൾ എന്ത് ചെയ്യുന്നടാ നീ പറയുന്നേ? അവള് മാത്രമല്ല, നിങ്ങളെല്ലാരും കൂടിയാ എനിക്കെതിരെ കളിച്ചത്. അച്ഛന്റെ ചിത കൊളുത്തുന്നത് മകൻ എന്ന നിലയ്ക്ക് എന്റെ അവകാശമാണ്. അത് തട്ടിയെടുക്കാൻ നിങ്ങൾക്കാരും അധികാരം തന്നെ. ഞാനും ശ്രുതിയും കൂടെ നിനക്ക് വേണ്ടി കുറെ സംസാരിച്ചാ മോനെ. മഹേഷ് മോൻ വരുന്നത് വരെ മാധവേട്ടന്റെ ബോഡി ഫ്രീസറിൽ വെക്കാന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഞാൻ പറഞ്ഞ ആരെങ്കിലും കേക്കണ്ടേ? എന്റെ അഭിപ്രായം അറിയേണ്ട ആവശ്യമില്ലെന്ന ദേ ഇവള് പറഞ്ഞത്. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നീ ആരാ? ആണായി ഞാനൊരുത്തൻ ഇവിടെ ഉണ്ട്. ആണാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടന്നാ മാത്രം പോരാ, അതിന്റെ ഉത്തരവാദിത്തം കാണിക്കണം. ഇത്രയും നേരം എവിടെയായിരുന്നു? ഒരു ബോധവും ഇല്ലാതെ ഗോപാൽജിയുടെ ഹോട്ടലിലായിരുന്നു അല്ലേ? അരവിന്ദാക്ഷനെ ചടങ്ങ് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോ മനസ്സിലായി. എടാ, സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോ കൂട്ടുകാരോടൊപ്പം മദ്യപിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. നിന്നെ പോലെ ഒരുത്തിനു വേണ്ടി മാധവന്റെ കർമ്മങ്ങൾ മാറ്റിവെക്കണമായിരുന്നോ? അച്ഛൻ മരിച്ച വിഷമത്തിൽ ഞാൻ രണ്ടെണ്ണം അടിച്ച് ശരിയാ എന്ന് കരുതി എനിക്ക് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശം ഇല്ലാതെയാവോ? ഇതൊക്കെ നിന്റെ കളിയാണെന്ന് എനിക്കറിയാം. നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു മോശക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ഇത് ധാരാളമാണല്ലോ.